വി.എസിന്റെ അഭാവത്തിൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ച് സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കൊടിയിറങ്ങി. നേതൃത്വത്തിന്റെ നിർദ്ദേശം ലംഘിച്ച് വി.എസ് കണ്ണൂർ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത് സംസ്ഥാന സമ്മേളനത്തിൽ സജീവ ചർച്ചയാകും. 18 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 400 പ്രതിനിധികളും 45 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിനെ അക്ഷരാർത്ഥത്തിൽ ഉത്സവപ്പറമ്പാക്കിയാണ് സമാപിച്ചത്. പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്ന വി.എസ് അച്യുതാനന്ദൻ സമാപന സമ്മേളനത്തിനും എത്തിയിരുന്നില്ല. കണ്ണൂർ, കൊല്ലം സമ്മേളനങ്ങളിൽ മുഴുവനായും പങ്കെടുക്കണമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം വി.എസ് പൂർണ്ണമായും തള്ളുകയായിരുന്നു. ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് സമ്മേളനത്തിന് എത്താതിരുന്നതെന്നായിരുന്നു വി.എസിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ തിരുവനന്തപുരത്ത് നടന്ന ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് എത്താതിരുന്നതോടെ കണ്ണൂർ സമ്മേളനത്തോടുള്ള വി.എസിന്റെ നിലപാട് വ്യക്തമായി. എന്തൊക്കെ ആരോപണങ്ങൾ ഉയർന്നാലും സിപിഐഎം ഐക്യത്തോടെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ പറഞ്ഞു. ഒട്ടേറെ കുപ്രചരണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളുടെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് കെട്ടിച്ചമച്ച് വാർത്തകളായി വന്നിരുന്നു. പക്ഷേ ഓരോ സമ്മേളനം കഴിയുമ്പോഴും ആ വാർത്ത ചമച്ചവരെല്ലാം നിരാശപ്പെട്ടു. വി.എസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. സമ്മേളനം വി.എസ് ബഹിഷ്കരിച്ചതോടെ ഇത് കൂടുതൽ ശക്തമായി ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലും ആവർത്തിക്കുമെന്നുറപ്പായി. കണ്ണൂരിൽ നിന്ന് 56 പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക. റിപ്പോർട്ടർ, കണ്ണൂർ.